സഹോദരി സഹോദരന്മാരെ, നമ്മൾ വിശുദ്ധരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വിശുദ്ധന്മാരും വിശുദ്ധകളും അടങ്ങുന്ന ഒരു സമൂഹമാണ് ലോകം. പാപികളും ബലഹീനരുമുണ്ട്. ഒപ്പം വിശുദ്ധന്മാരും വിശുദ്ധകളും ധാരാളമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. അങ്ങനെ വിശുദ്ധാത്മാക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആരാണ് വിശുദ്ധർ എന്ന് നമ്മൾ അറിയണം. പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ പറയുന്നത് കൊരിന്തോസിലെ വിശുദ്ധരെ, എഫേസൂസിലെ വിശുദ്ധരെ, ഗലാത്തിയായിലെ വിശുദ്ധരെ എന്നെല്ലാമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? അന്ന് എഫേസൂസിലും കൊരിന്തോസിലും റോമായിലും ഗലാത്തിയായിലും ഒക്കെ രൂപക്കൂട്ടിൽ വണങ്ങപ്പെട്ടിരുന്നവർ എന്നല്ല അർത്ഥം. പിന്നെയോ യേശുവിൽ വിശ്വസിക്കുന്നവരും വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും ആ വിശുദ്ധിയിൽ ജീവിക്കുവാനായി നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുന്നവരെ വിളിച്ചിരുന്ന പേരാണ് വിശുദ്ധർ, വിശുദ്ധാത്മാക്കൾ എന്ന്. അപ്പോൾ നമ്മൾ ഓരോ വിശുദ്ധരുടെയും ജീവിതം എടുത്താൽ, പഴയ നിയമ കാലഘട്ടത്തിലെ വിശുദ്ധാത്മാക്കളുടെ ജീവിതമെടുത്താലും അബ്രഹാം മുതലുള്ള പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമെടുത്ത് നമ്മൾ കൊണ്ടുവരുമ്പോഴും പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരൊക്കെ തുടങ്ങിയവരെ എടുത്താലും സഭയിൽ പേര് വിളിച്ചവരും പേര് വിളിക്കാത്തവരുമായ വിശുദ്ധാത്മാക്കളെ എടുത്താലും ഇവരിൽ എല്ലാവരിലുമുള്ള ചില പ്രത്യേകതകൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ മാറ്റുമ്പോൾ നമ്മളും വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കപ്പെടുകയാണ്. ഈ വിശുദ്ധി എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാള് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു തലമാണ്, ഒരവസ്ഥയാണ് എന്ന് പറയുക സാധ്യമല്ല. നമ്മളെല്ലാവരും എത്താൻ കൊതിക്കുന്ന ഒരു തലമാണ് വിശുദ്ധി. എത്ര വലിയ തെറ്റ് ചെയ്യുന്നവർക്കും പശ്ചാത്താപത്തിന് നിമിഷത്തിൽ തോന്നും, ഞാൻ ദൈവത്തിൽ നിന്ന് ദൂരെയല്ല, തമ്പുരാന് മുമ്പിൽ എനിക്ക് സ്വീകാര്യതയുണ്ട്. എത്ര വലിയ കുറ്റം ചെയ്യുന്നവരും പാപം ചെയ്യുന്നവരും അവരും മനഃപൂർവമായ ഒരു തിന്മയായിട്ടല്ല അത് ചെയ്യുക. അവർക്ക് ഒരു ഓർമ്മയുണ്ട്, തമ്പുരാന്റെ സന്നിധിയിൽ ഞാൻ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയായിട്ട് തീരും. എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ഇതൊക്കെ മാനുഷികമായ രീതിയിൽ സംഭവിക്കുന്നു, ദൈവം അത് ഉൾക്കൊള്ളും, ദൈവം എന്നെ കൈവിടുകയില്ല, ഞാനും വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കപ്പെടും എന്നുള്ള ചിന്ത. നമ്മളൊക്കെ പറയും, നിങ്ങൾ വിശുദ്ധരും രാജകീയ പുരോഹിത ഗണവുമാണ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തില് എന്തെല്ലാമാണ് ഈ വിശുദ്ധാത്മാക്കൾ ചെയ്തിരുന്നത്, എന്തായിരുന്നു അവരുടെ പ്രത്യേകത എന്ന് ധ്യാനപൂർവ്വം നമ്മളൊന്ന് ചിന്തിച്ചിട്ട് ആ സ്റ്റെപ്പുകളിലൂടെ, ആ വഴികളിലൂടെ, അവരുടെ മനോഭാവങ്ങളിലൂടെ നമ്മളും കടന്നു പോവുക. അതാണ് നമുക്കുള്ള ഒരു വലിയ വിളി, ദൈവവിളി എന്നൊക്കെ നമ്മൾ പറയുക. ഓരോരുത്തർക്കും ഓരോ വിളി കൊടുത്തിട്ടുണ്ട്. വൈദിക അന്തസ്സുണ്ട്, സന്യാസിനി ജീവിതങ്ങളുണ്ട്, കുടുംബജീവിതമുണ്ട്, ഏകസ്ഥരായിട്ട് പോകുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരോ വിളികളാണ്. അപ്പൊ അങ്ങനെയുള്ള വിളികൾക്കിടയിൽ ഏത് വിളിയാണേലും ആ വിളിക്കിടയിൽ ജീവിത വിശുദ്ധി സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയും എന്നൊരു ചിന്ത തിരുവചനം നമുക്കായിട്ട് തരുന്നുണ്ട്. വിശുദ്ധിയുടെ വഴിയിലൂടെ നടന്ന ഏത് വ്യക്തിയെ എടുത്താലും എല്ലാവരിലും ഒരുപോലെ കാണപ്പെട്ട ഒരു പ്രത്യേകതയാണ് അവർ ജീവിതത്തിൽ താബോറും ജെറുസലേമും ഒന്നുപോലെ സൂക്ഷിച്ചവരാണ്. അവരുടെ ജീവിതത്തിൽ താബോറും ജെറുസലേമും ഒന്നുപോലെ കണ്ടവരും ഒന്നുപോലെ സൂക്ഷിച്ചവരുമാണ്. താബോർ മലയിൽ കയറി രൂപാന്തരീകരണത്തിന്റെ വലിയ സന്തോഷം അവർ അനുഭവിച്ചു. ജെറുസലേമിന്റെ തെരുവീതിയിൽ വെച്ച് സഹനത്തിന്റെ ഒരു വലിയ സ്നാനത്തിലൂടെ കടന്നുപോയി ഗുരു. അപ്പോൾ ആ ഗുരുവിനോടൊപ്പം താബോറും ജെറുസലേമും ഒരുപോലെ കൊണ്ടുപോകണം എന്ന് പഠിപ്പിച്ചവർ. ജൈവിളി കണ്ട് സന്തോഷത്തോടെ നിന്നവൻ കൊലവിളിയുടെ മുമ്പിലും അതേ ചൈതന്യം സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഓശാന ഞായറാഴ്ച സൂക്ഷിച്ചിരുന്ന അതേ ശോഭയുള്ള മുഖം ദുഃഖവെള്ളിയാഴ്ചയുടെ വേദനയിലും അവൻ സൂക്ഷിച്ചു. അപ്പോൾ ജെറുസലേമും താബോറും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിവുള്ളവൻ. ഒരു കൈയിൽ താബോറും മറുകൈയിൽ ജെറുസലേമും അമ്മാനമിട്ടാടിക്കൊണ്ട് നടക്കാൻ പഠിച്ചവരായിരുന്നു വിശുദ്ധാത്മാക്കൾ. അവർ ഈ ഭൂമിയിൽ നടന്നപ്പോൾ, ഈ മണ്ണിലൂടെ നടന്നാലും പാദം മണ്ണിൽ മുട്ടിയപ്പോഴും അവരുടെ ഹൃദയം നിത്യതയിലായിരുന്നു. നിത്യതയും നശ്വരതയും ഒരുപോലെ സൂക്ഷിച്ചവർ. ഒരു പാദം നശ്വരതയിൽ,
മറുപാദം നിത്യതയിൽ. ഇതായിരുന്നു വിശുദ്ധാത്മാക്കളുടെ പ്രത്യേകത. അതാണ് വിശുദ്ധരുടെ പ്രത്യേകത. ഈ ഭൂമിയിൽ പച്ച മനുഷ്യരായിട്ട് ജീവിച്ചവരാ. എല്ലാ മനുഷ്യരെയും പോലെ സാധാരണഗതി ജീവിച്ചു. പക്ഷേ സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചപ്പോഴും അവരുടെ പെരുമാറ്റത്തിൽ, നോട്ടത്തിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ ഒരസാധാരണത്വം കാണാമായിരുന്നു. അസാധാരണമായ എന്തോ ഒന്ന് അവരിൽ കാണാമായിരുന്നു. അതായിരുന്നു വിശുദ്ധാത്മാക്കളുടെ പ്രത്യേകത. സാധാരണ ജീവിതം ജീവിച്ചപ്പോഴും അസാധാരണമായ എന്തൊക്കെയോ അവരുടെ നടപ്പിലും എടുപ്പിലും ബന്ധങ്ങളിലും ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ഉറപ്പാണ് ഇവിടുത്തേതെല്ലാം കടന്നു പോകും, ഇവിടെയുള്ളതെല്ലാം കടന്നു പോകും. ജീവിതം ഒരു വാടക വീടാണ്. കർമ്മമണ്ഡലങ്ങൾ ഒരു വാടക വീടാണ്. സകല ബന്ധങ്ങളും ഒരു വാടക വീടാണ്. ഒന്നും സ്ഥിരമല്ല. എല്ലാം വിട്ടിട്ട് പോകണം, എല്ലാം ഇട്ടിട്ട് പോകണം. അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല എന്നുള്ള ഒരു മനോഭാവം, ഒരു കാഴ്ചപ്പാട്. ഇതാണ് ഒരു പാദം ഈ ലോകത്ത് കുത്തിക്കൊണ്ട് ഹൃദയം അങ്ങേ ലോകത്ത് ഉയർത്തിക്കൊണ്ടു പോവുക. അതിന്റെ പ്രതീകമായൊരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ടല്ലോ, യാക്കോബ്. ഒരു സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടു സ്വർഗവുമായി കോർത്തിണക്കുന്ന ഒരു ഗോവണി. സ്വർഗമെന്ന നിത്യതയും ലോകമെന്ന നശ്വരതയും തമ്മിൽ കോർത്തിണക്കുന്ന ഒരു ഗോവണിയായിട്ട് ജീവിച്ചവരാണ് വിശുദ്ധാത്മാക്കൾ. അവരിവിടെ ജീവിച്ചപ്പോൾ തന്നെ മറ്റൊരു ലോകത്തെ ഉള്ളിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണല്ലോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരു ഉറപ്പ്, ഇതിനപ്പുറത്തുള്ള സ്വർഗത്തിന്റെ ഒരു ലോകമുണ്ട്. അവിടെ മാനുഷികമല്ലാതെ എന്തൊക്കെയോ ഉണ്ട്, മനുഷ്യന്റെ കണക്കുകൂടലിന് അപ്പുറത്തുള്ള എന്തൊക്കെയോ ഉണ്ട്. ഈ ഒരു ചിന്ത നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോ സ്ഥലവും മാറി മാറി പോകുമ്പോൾ ഭാഷ മാറി മാറി വരുമല്ലോ. തിരുവനന്തപുരത്തിന്റെ തെക്കുഭാഗത്തുള്ള ആ നാട്ടിലെ ഭാഷയല്ലല്ലോ കോട്ടയം ഭാഗത്തേക്ക് വരിക. കോട്ടയം ഭാഗത്ത് നിന്ന് മൂവാറ്റുപുഴ, അങ്കമാലി അങ്ങ് കടന്നു കഴിയുമ്പോഴത്തേക്ക് വേറെ തൃശ്ശൂർ ചൊവ്വയുള്ള മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ കടന്നു വരും. വീണ്ടും മലബാറിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെയുള്ള ജാതിക്കാരുടെയും ജനങ്ങളുടെയും ഒരു പ്രത്യേക ഭാഷ. അങ്ങനെ നമ്മൾ കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരം ഭാഗത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കന്നഡ ഭാഷ. അവിടം കിടന്നെങ്കിൽ ചെല്ലുമ്പോൾ ആന്ധ്രയിലേക്ക് ചെല്ലുമ്പോൾ തെലുങ്കിന്റെ ഭാഷ. കേരളത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ് മാർത്താണ്ഡമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ള തമിഴിന്റെ ഭാഷ. അപ്പോൾ ഭാഷകൾ ഈ ഭൂമിയിൽ മാറിക്കൊണ്ടിരിക്കും. കുറെ ദൂരം നടക്കുമ്പം ഭാഷ മാറുമെങ്കിൽ ഈ ലോകം വിട്ട് അങ്ങേ ലോകത്തിലേക്ക് പോകുമ്പോൾ വേറൊരു ഭാഷയുടെ ലോകത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുക. ഈ ലോകത്തിലെ മാനുഷികമായ ഭാഷകൾ, മാനുഷികമായ സംസാരങ്ങൾ, ഇതെല്ലാം അപ്പുറത്തുള്ള ഒരു ഭാഷയുടെ ലോകം, ഒരു പുതിയ ലോകം. ആ ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. അപ്പം ആ ഒരു ചിന്ത ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വേണം. ഇവിടുത്തെ മനുഷ്യരല്ല നമ്മൾ നിത്യതയുടെ മനുഷ്യരാണ്. അതുകൊണ്ട് പറയും, നമ്മളെല്ലാം ഈ ഭൂമിയിൽ അംബാസഡർമാരാണ്. വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ അംബാസഡേഴ്സാണ് നമ്മൾ ഓരോരുത്തരും. ഒരു അംബാസഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് സ്വന്തം തീരുമാനങ്ങളോ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തുക സാധ്യമല്ല. അദ്ദേഹം എപ്പോഴും ഏത് രാജ്യമാണോ അദ്ദേഹത്തെ അയച്ചിരിക്കുക, ആ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ മനസ്സനുസരിച്ച് പ്രവർത്തിക്കണം. അമേരിക്കയിലുള്ള ഇന്ത്യൻ അംബാസഡർക്ക് സ്വന്തം ഇഷ്ടമല്ല പ്രവർത്തിക്കാൻ പറ്റുക. പിന്നെയോ ഇന്ത്യ ഗവൺമെന്റിന്റെ മനസ്സ് അമേരിക്കയിൽ പ്രവർത്തിപ്പിക്കണം. അതാണ് അംബാസഡേഴ്സ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ അംബാസഡേഴ്സാണ്, ദൈവത്തിന്റെ അംബാസഡേഴ്സാണ്. നമ്മൾ താമസിക്കുന്ന വീട് അവന്റെ എംബസിയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ചുറ്റും, ഓരോ എംബസിക്കും ചുറ്റും ഒരു സുരക്ഷിത വലയമുണ്ട്, സുരക്ഷാ സൈനികരുണ്ട്, ജോലിക്കാരുണ്ട്. ഇതുപോലെ എൻ്റെ വീടിന് ചുറ്റും, എൻ്റെ ആശ്രമത്തിന് ചുറ്റും, എൻ്റെ മഠത്തിന് ചുറ്റും, എൻ്റെ ശരീരത്തിന് ചുറ്റും ദൈവം സുരക്ഷാവലയം വെച്ചിട്ടുണ്ട്, ഒരു കാന്തവലയം. ഇടിമിന്നൽ വരുമ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാൻ മിന്നൽ രക്ഷാജാലകം വെച്ചതുപോലെ നമുക്ക് ചുറ്റും ക്രിസ്തു ഒരു കാന്തവലയം വെച്ചിട്ടുണ്ട്. നമ്മൾ സംരക്ഷിക്കപ്പെട്ട അംബാസഡേഴ്സാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുക, നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന്. നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വില തീരാത്ത രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ട വില കുറഞ്ഞ ജീവിതങ്ങളാണ് നമ്മുടേത്. അതിനെ വിലപ്പെട്ടതായി സൂക്ഷിക്കുവാൻ നമുക്കൊരു വലിയ വിലയും ദൗത്യവുമുണ്ട്, ഒരു വലിയ വിളിയും ദൈവം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. അതാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ഭാഗം നശ്വരതയിൽ, മറുഭാഗം നിത്യതയിൽ. അങ്ങനെ കാണിച്ചവരാണ് അൽഫോൻസാമ. ഒക്ടോബർ മാസം 12-ാം തീയതി
വിശുദ്ധ എന്ന് പേര് വിളിക്കപ്പെടുന്ന അൽഫോൻസാമ്മ വേദനകളും ദുഃഖങ്ങളും ശാരീരിക പീഡകളും മനസ്സിലെ പ്രയാസങ്ങളും എല്ലാം വെറും പുല്ലുപോലെ കരുതി. അങ്ങനെ കരുതിയപ്പോൾ ഈ ലോകത്തിൽ ഒരു പാത ഊന്നി അങ്ങ് ജീവിച്ചു. വലിയ രോഗിണിയായിട്ട് കട്ടിലിൽ കിടന്നപ്പോഴും സ്വർഗം സ്വപ്നം കണ്ടു, നിത്യത സ്വപ്നം കണ്ടു. താബോറിന്റെ സുഖവും ജെറുസലേമിന്റെ സഹനവും ഒരുപോലെ കൊണ്ടുപോകുന്ന ജീവിതശൈലി. സകല വിശുദ്ധരുടെയും ജീവിതം അത് തന്നെയാണ്. കേരള സഭയിൽ തന്നെ എടുക്കുക, ചാവറേച്ചനെ എടുത്താലും അൽഫോൻസാമ്മ എടുത്താലും മറിയം തെരേസയെ എടുത്താലും രാമപുരത്ത് കുഞ്ഞച്ചനെ എടുത്താലും